ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. തമ്മിൽ കണ്ടപ്പോഴേ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു അൺബോക്സിങ് വീഡിയോ ആണെന്നുള്ളത്. പിന്നെ അത് എന്ത് വീഡിയോ ആണെന്നുള്ളതും കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാകാത്തവർക്കും മനസ്സിലായവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് വീഡിയോ ഒന്ന് ചെയ്തേക്കുക. ഇനി പിന്നെന്താ, നമ്മുടെ വീഡിയോ സ്ഥിരം ആൾക്കാരാണെങ്കിൽ പോലും അവർ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാകും. അപ്പോൾ അവരും കൂടി വന്നിട്ട് ആ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ നോക്കുന്നതായിരിക്കും. താഴത്തെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം വന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇങ്ങനൊരു ബോക്സിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ട് അസ്ട്രോണറ്റ് ഗാലക്സി പ്രൊജക്ടർ എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ട്. ഇങ്ങനൊരു ബോക്സിലാണ് ഐറ്റം വരുന്നത്. ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് നോക്കിയ സാധനമാണ്. അതിന് ശേഷമാണ് ഞാനെടുത്ത് ബോക്സിലേക്ക് ആക്കി വെച്ചേക്കുന്നത് കേട്ടോ. കാര്യം സാധനം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴേ എനിക്കിത് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നെ തെറ്റ് പറയാൻ പറ്റില്ല, എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് എന്നെപ്പോലെ ഇഷ്ടം പോലെ വരികയാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ കാണിക്കാതിരുന്നത്. ഓൾറെഡി ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനൊരു ബോക്സിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഐറ്റം. ഭയങ്കര ക്യൂട്ടാണല്ലേ, നോക്കിയാൽ എന്ത് ക്യൂട്ടാണ് കാണാനായിട്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ ഒരു USB കേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ട് ഇവനെ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഐറ്റം. കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതാണ് ഐറ്റം വന്നിട്ട്. ഇവന് ഞാൻ ഇട്ടേക്കുന്ന പേര് കുഞ്ഞാപ്പൂ എന്നാണ് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് ഇതിൻ്റെ USB കേബിൾ ഇത് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഫങ്ഷൻ ചെയ്യിക്കുന്നത്. പിന്നെ ഈ ബോക്സിലുള്ളത് ഒരു റിമോട്ടാണ്, ഒരു റിമോട്ട് കൺട്രോളറാണ്. അതായത് ഒരു റിമോട്ട് കൺട്രോളറിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അത് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ റിമോട്ടും കാര്യങ്ങളും, ഇത് റിമോട്ട് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ നമ്മുടെ കുഞ്ഞാപ്പൂന് ഇരിക്കാനായിട്ടൊരു സ്റ്റാൻഡ് കൂടി വരുന്നുണ്ട്. ആ സ്റ്റാൻഡാണ് കേട്ടോ ഇത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒന്നുമില്ല. ഒരു യൂസർ മാനുവലാണ് വരുന്നത്. ഇതെങ്ങനെയാണ് ഫങ്ഷൻ കാര്യങ്ങൾ, എങ്ങനെയാണ് റിമോട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെ ബട്ടൺ എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു യൂസർ മാനുവൽ ഗൈഡും കൂടി വരുന്നുണ്ട്, ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ബോക്സിൽ അത്രയേ ഉള്ളൂ. നമുക്ക് ബോക്സ് മാറ്റി വയ്ക്കാം. ഇവനാണ് താരം. ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ആമസോണിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നിട്ടാണ്. ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട്. ഇത് കാണാൻ മാത്രമല്ല ആൾ ക്യൂട്ടായിട്ടുള്ളത്. നമ്മുടെ റൂം ഭയങ്കര ഒരു മാജിക് റൂമാക്കി മാറ്റും ആൾ വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സ്റ്റുഡൻസിനാണ് ആയിക്കോട്ടെ, കുട്ടികൾക്കായിക്കോട്ടെ, പിന്നെ എൻ്റെ ഏജിലുള്ളവർക്കായിക്കോട്ടെ, എല്ലാവർക്കും ഏത് ഏജിലുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പൂനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവൻ എങ്ങനെയാണ് ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ USB കേബിൾ വന്നിട്ട് നമ്മുടെ ചാർജറിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാർജറിലെ ഫോൺ നോർമലി നമ്മൾ ചാർജ് ചെയ്യുന്ന ഫോൺ ആ അഡാപ്റ്ററിലോട്ട് വന്നിട്ട് ഇത് കണക്ട് ചെയ്ത് വെച്ച് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇവൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിന് മുന്നേ വന്നിട്ട് ഇവൻ നമ്മൾ ഈ റിമോട്ടിൽ ഇവിടെ റെഡ് കളറിലെ ബട്ടൺ ഉണ്ട്. ഈ ഒരു റെഡ് കളറിലെ ബട്ടൺ ഉപയോഗിച്ച് കൊണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവനെ ആദ്യം ജസ്റ്റ് ഒരു പവർ കൊടുത്ത് ഓൺ ചെയ്യണം. അപ്പോൾ ആ പവർ ബട്ടൺ കൊടുത്തിട്ട് ഇവനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റെ ഫങ്ഷൻ ഇവൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവൻ്റെ മാജിക് ഇവൻ പുറത്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ലൈറ്റ്, അതായത് ഒരു ലൈറ്റും കാര്യങ്ങളും തരുന്നൊരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ റൂമിനെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ റൂമിനെ വന്നിട്ട് ഒരു മാജിക് റൂമാക്കി മാറ്റും. ഒരു ഭയങ്കര നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് എന്ന പോലെ നമുക്ക് തോന്നും. ഇത് നമ്മുടെ റൂം തന്നെയാണോ ഇത് നമുക്ക് തോന്നിപ്പോകും. അത്ര അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള എൻ്റെ റൂമിൻ്റെ, അതായത് എൻ്റെ റൂം ഞാൻ മാറ്റിയത്, എൻ്റെ റൂമിൽ വന്ന ചേഞ്ച്, എൻ്റെ റൂമിനെ ഞാൻ മാറ്റിയെടുത്തത് എന്നുള്ള രീതിക്കും കാര്യങ്ങളൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ, അതിൻ്റെ ഒരു അടിപൊളി വീഡിയോ വന്നിട്ട് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് ലാസ്റ്റിൽ വന്നിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും, ആഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വീഡിയോൻ്റെ സൈഡിലോ എപ്പോഴെങ്കിലും ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് വിടുന്നതായിരിക്കും കേട്ടോ ഇടയ്ക്ക്. അപ്പം
ഇവനെക്കുറിച്ച് ഇവിടെ നിന്നാണ് ഇവൻ്റെ ലൈറ്റും കാര്യങ്ങളും വരുന്നത്. ഇത് ഭയങ്കര നമ്മളൊരു ആകാശത്ത് ഇങ്ങനെ നോക്കി കിടക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ഭയങ്കര ഒരു എന്താ ആകാശത്ത് കിടക്കുന്ന പോലെ തോന്നിയില്ലെങ്കിലും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു എന്താ പറയുക, ഒരു വേറെ ഏതോ ഒരു വേൾഡിൽ, വേറെ ഏതോ ഒരു ലോകത്തിൽ എന്ന പോലെ നമുക്ക് തോന്നും ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ. നമ്മുടെ റൂം ആകെ മാറും. നമുക്കപ്പോൾ ഇവനെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് കേബിളിൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്ത് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇവനെ എങ്ങനെയാണ് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ബാക്കി എൻ്റെ റൂമിൽ വന്നാൽ ചേഞ്ച് ആ എഫക്റ്റ് വന്നിട്ട് നമ്മുടെ ഈ വീഡിയോൻ്റെ ലാസ്റ്റോ എവിടെയായിട്ടെങ്കിലും ഞാൻ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് കയറ്റാം കേട്ടോ. അപ്പോൾ ഇത് ഇത് USB കേബിൾ വന്നിട്ട് ഞാൻ എൻ്റെ പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് പ്ലഗ് ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ റിമോട്ട് എടുത്തിട്ട് ഞാൻ പ്ലഗ് ഓൺ ചെയ്തല്ലോ. ഓക്കെ, ഞാനിവിടെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധനം ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ്. ഞാൻ ബാക്കിലോട്ട് വെക്കാം കേട്ടോ. ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോയിൽ എന്നെ കിട്ടത്തില്ല. നോക്കാം എങ്ങനെയുണ്ട്. ഇതാണ് ഇതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ്. ഇത് ഞാൻ എൻ്റെ റൂമിൽ ഉണ്ടാക്കിയ ഫുൾ ചേഞ്ച് വന്നിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലോ ഇടയ്ക്കോ എവിടെയെങ്കിലും ആയിട്ട് ഞാൻ വന്നിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതെല്ലാം കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ബാക്കിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ബട്ടൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നെക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ യെല്ലോ കളറായിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ബ്ലൂ ആയി. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നും മാറ്റി ഇതാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓഫ് ചെയ്യുവാണേ വീഡിയോ എടുക്കുന്നതുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിമോട്ടിൽ ഓഫ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സ്വിച്ച് ഉണ്ട്, ആ ബാക്ക് സ്വിച്ച് വെച്ചിട്ട് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ബാക്കിൽ വെച്ചിട്ടാണ് ഞാൻ ഓഫ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു മിനിറ്റ് ഞാനൊന്ന് ഊരിക്കോട്ടെ. ഞാൻ ഇതിൻ്റെ ഒരു നെഗറ്റീവ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നല്ല സൂപ്പർ സാധനമാണ്. നമ്മുടെ റൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റേതോ ഒരു ലോകത്ത് മറ്റേതോ ഒരു വേൾഡിൽ ചെന്ന പോലെ നമുക്ക് തോന്നി. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നൈറ്റ് ഉറങ്ങാനൊക്കെ ആണെങ്കിൽ ലൈറ്റ് ഇല്ലാതെ ഉറങ്ങാൻ പേടിയുള്ള കുട്ടികളും അതുപോലെ വലിയ ആൾക്കാരും ഒക്കെ കാണും. എൻ്റെ ഏജിലുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും. ലൈറ്റിലില്ലാതെ നമുക്ക് കിടന്നുറങ്ങാനൊക്കെ പേടിയുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അടിപൊളിയാണിത് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഒരു 4 മാസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇവനെ വന്നിട്ട് 4 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവൻ ഇതുവരെയായിട്ട് യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ റിമോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കിൽ വർക്ക് ചെയ്യുന്ന സ്വിച്ചിൻ്റെ കേസിലാണെങ്കിലും ഒന്നും യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വാങ്ങി യൂസ് ചെയ്യാം. സംഭവം അടിപൊളിയാണ്. ഒരു 1000 ആ ഒരു റേഞ്ചിൽ വന്നിട്ട് ഒരു അടിപൊളി സൂപ്പർ ഗാഡ്ജറ്റാണ്. പിന്നെ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇതിൻ്റെ വീഡിയോ, അതായത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള വീഡിയോ വന്നിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എവിടെയെങ്കിലും ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ ഇടയ്ക്ക് വന്നിട്ട്. പിന്നെ ഇതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. ഇപ്പം നിങ്ങൾ ഓർക്കും അയ്യോ ഇവൻ്റെ തല എവിടെ പോയി, തല പോയല്ലോ എന്ന്. പേടിക്കണ്ട, ഇതിന് തലയൊന്നും പോയതൊന്നുമല്ല. ഇതൊരു മാഗ്നറ്റിക് ആണ് കേട്ടോ. ഒരു മാഗ്നറ്റാണ് ഇതിൻ്റെ ഹെഡ് വന്നിട്ട്. ഇതിങ്ങനെ വെക്കുമ്പോഴേ ഇത് കയറി നേരെ അങ്ങ് മാഗ്നറ്റായിട്ട് ഇങ്ങനെ അറ്റാച്ച് ആവും പെട്ടെന്ന് തന്നെ. ഇതിൻ്റെ ഹെഡ് വന്നിട്ട് നമുക്ക് ഏത് പോർഷനിലേക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ തിരിക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ, ഏത് പോർഷനിലേക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ തിരിക്കാൻ പറ്റും. പിന്നെ അപ്പോൾ അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യില്ല. ഇത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ പവർ ബാങ്ക് വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെ അഡാപ്റ്റർ വെച്ചിട്ട് പ്ലഗ് ഓൺ ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഇത് വർക്ക് ചെയ്യില്ല. ബാറ്ററി അല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, കുറച്ചുകൂടി സൂപ്പറായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു നെഗറ്റീവ് പറയാനാണെങ്കിൽ ആ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇത് ഭയങ്കര ക്യൂട്ടാണ്. ഇതിപ്പം ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വർക്ക് ചെയ്തില്ല എന്നിരിക്കട്ടെ, വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് എമൗണ്ടിൽ നഷ്ടവും കാര്യങ്ങളൊന്നും വരത്തില്ല. കാര്യം ഇത് ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ഷോ ഇതിൽ നമുക്ക് വേണമെങ്കിൽ വെച്ച് യൂസ് ചെയ്യാം. ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ വീട്ടിലെ ലിവിങ് റൂമിലോ അല്ലാന്നുണ്ടെങ്കിൽ
നമ്മുടെ ഈ ഷോക്കേസ് പോലുള്ള ഐറ്റംസ് ഒക്കെ വെക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയാണെങ്കിൽ നമ്മുടെ റൂമിലെ ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് വെച്ച് യൂസ് ചെയ്യാം. കാണാൻ നല്ല അടിപൊളിയാണ്, ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ കാണാൻ തന്നെയാണ്, എനിക്കിങ്ങനെ ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളും അടിപൊളിയാണ്. അതിൽ കൂടുതൽ എനിക്കിപ്പോൾ ലൈറ്റ് വർക്ക് ചെയ്യില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിങ്ങനെ കാണുമ്പോൾ എന്ത് ക്യൂട്ടല്ലേ. അപ്പോൾ അടിപൊളി ഒരു സംഭവം, ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇത്, ഭയങ്കര ക്യൂട്ട്നെസ്സിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ്. പിന്നെ കുഞ്ഞാപ്പൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഇവനെക്കുറിച്ച് പറയാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. സ്റ്റാൻഡ് ഉണ്ടെന്ന് പറയില്ല. ഈ സ്റ്റാൻഡിലാണ് നമ്മൾ ഇങ്ങനെ വെച്ചാൽ മതി. കാലിങ്ങനെ ജസ്റ്റ് ചിലപ്പം ആദ്യം കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാല് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അകത്തി കൊടുത്തിട്ട് ഇതിലേക്ക് വെക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നോളൂ. ഇങ്ങനെ നമുക്ക് ടേബിളിലൊക്കെ ആയിട്ട് നമുക്കിത് സ്റ്റാൻഡ് ചെയ്ത് ഇങ്ങനെ ഇവരെ നിർത്താൻ പറ്റും. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞാപ്പു അല്ലെങ്കിൽ നമ്മുടെ ഗാലക്സി പ്രൊജക്ടർ വന്നിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മുടെ റൂം ഉള്ളത്. ഞാൻ പറയില്ല, ഒരു മാജിക് വേൾഡിലേക്ക് നമുക്ക് ചെല്ലുന്ന പോലെ തോന്നും. ഇതിൻ്റെ ലൈറ്റും കളറും കാര്യങ്ങളൊക്കെ, ഈ ലൈറ്റിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ. കുറച്ച് മുന്നേ കണ്ട റെഡ് കളറൊക്കെ നമുക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ മാറ്റിയിട്ട് ആ കളറൊന്നും ഇല്ലാതെ മാറ്റിയിട്ട് ഞാൻ ആ ഒരു സ്റ്റാർ പോലത്തെ ആ ഒരു ഗ്രീൻ പോലത്തെ ആ ലൈറ്റ് മാത്രമാക്കി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. നമ്മുടെ റിമോട്ടിലാണ് അതെല്ലാം വന്നിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ വന്നിട്ട് അതിങ്ങനെ ആ പച്ച ലൈറ്റ് മിന്നിയും കിട്ടും നിൽക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ മാത്രമായിട്ടാണ് വെച്ചത്. അതിന് ശേഷം ഞാൻ അല്ലാതെ നോർമലി അല്ലാതെ രീതിക്കുള്ളതാക്കി. ഇതിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള കളറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകും, എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.